ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ആ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില വ്യക്തമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി സത്യപ്രബോധനമായി കടന്നു വന്ന പ്രവാചകൻ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദഅവത്തിന്റെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. ആദം നബിയുടെ ഭാര്യ ഹവ്വ, ആദം നബിയുടെ മക്കൾ, അവർ യഥാർത്ഥത്തിൽ ആദം നബിയുടെ ആദർശത്തിലും ആദം നബിയുടെ മതത്തിലും ആദം നബി പഠിപ്പിച്ച സംസ്കാരത്തിലൊക്കെ തന്നെയാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ ചില സംസ്കരണപരമായ തെറ്റുകൾ, സ്വഭാവപരമായ തെറ്റുകൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആയേനും കായേനും ഹാബീലും കാബീലും ഒക്കെ. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു തസ്കിയത്തിന്റെ അവരെ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ആദം നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ താൻ ജീവിച്ച ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടി വരിക, ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടി വരിക, ദീനിലേക്ക് ക്ഷണിക്കേണ്ടി വരിക എന്ന ഒരു അവസ്ഥ ആദം നബിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദഅവത്ത് തുടങ്ങുന്നത്, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, മനുഷ്യരുടെ പിതാവ് അത് ആദം നബിയാണ്. പക്ഷെ അബുൽ അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ പിതാവ് എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമുണ്ട്. ആ നൂഹ് നബി തന്റെ ജനതയെ കുറിച്ച് പറയുന്ന പ്രയോഗം, ഖാല റബ്ബി ഇന്നഹും അസൗനി വത്തബഉ മല്ലം യസ്ദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ വമക്കറു മക്കറൻ കുബ്ബാറ. അല്ലാഹുവേ, എന്റെ ജനത, ഞാൻ ജീവിക്കുന്ന ജനത, ഖാല റബ്ബി ഇന്നഹും അസൗനി, അവരെന്നെ ധിക്കരിക്കുന്നു, ഒരു പ്രവാചകനായ എന്നെ അവർ ധിക്കരിക്കുന്നു. എന്നിട്ട് അവർ പിന്തുടരുന്നു. മൽ ലം യസ്ദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ. സ്വന്തം സമ്പത്ത് കൊണ്ടും അതേപോലെ മക്കളെ കൊണ്ടുമൊക്കെ നശിക്കുന്ന, അതുകൊണ്ട് നാശമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കാത്ത കുറെ ആളുകളെയാണ് ഈ ജനങ്ങൾ പിൻപറ്റുന്നത്. സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും നശിക്കുന്നവർ, സ്വന്തം സമ്പത്ത് കൊണ്ടും സ്വന്തം മക്കളെ കൊണ്ട് അഹങ്കരിച്ചിട്ട് ആ രൂപത്തിൽ ആഡംബര ജീവിതം നയിച്ചിട്ട് നശിച്ചു പോകുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ പിന്നാലെയാണ് ഈ ജനങ്ങൾ പോകുന്നത്. എന്റെ ഒപ്പല്ല, എന്റെ കൂടിയല്ല, അവർ പിന്തുടരുന്ന അവരെയാണ്. ഒന്നുകൂടി പറയുന്നു, മക്കറു മക്കറൻ കുബ്ബാറ, മക്കറു മക്കറൻ കുബ്ബാറ. അവർ വലിയ ഗൂഢതന്ത്രം, മക്കറ എന്ന് പറഞ്ഞാല് തന്ത്രമല്ല, ഗൂഢതന്ത്രം, ഉപജാപങ്ങൾ. മക്കറു മക്കറൻ കുബ്ബാറ, വലിയ ഗൂഢതന്ത്രമാണ് അവർ എനിക്കെതിരെ പയറ്റുന്നത്. ഒരു പ്രവാചകനെതിരിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനത വലിയ ഗൂഢതന്ത്രം മെനയുകയാണ് പ്രവാചകന്മാർക്കെതിരെ. അല്ല, പ്രവാചകന്മാർ ബഹുമാനപ്പെട്ട പ്രവാചകൻ എന്നൊക്കെ നമ്മൾ ഇന്നൊക്കെ കാണുന്ന മാതിരി മതത്തിന്റെ പ്രവാചകന്മാര് അല്ലെങ്കിൽ മതത്തിന്റെ ഏതെങ്കിലും നേതാക്കന്മാരൊക്കെ വരുമ്പോ അവരിങ്ങനെ ആദരിച്ചിട്ട്, അവരെ ബഹുമാനിച്ചിട്ട്, അവരെ തൊട്ടിട്ട്, അവരെ മുത്തിയിട്ട് അങ്ങനെ അവർക്ക് വേണ്ടി പച്ചപ്പരവതാനി വിരിച്ച്, വെള്ളപ്പരവതാനി വിരിച്ച്, അവർക്ക് ഏതെങ്കിലും നല്ല ഭക്ഷണമൊക്കെ നൽകി അങ്ങനെ ആദരിച്ചു ബഹുമാനിച്ച് ബഹുമാനപ്പെട്ട എന്ന് സ്വാഗതം ഓതുന്ന ഒരവസ്ഥയല്ല പ്രവാചകന്മാർക്കുള്ളത്. മക്കറു മക്കറൻ കുബ്ബാറ. ആ പ്രവാചകന്മാർക്കെതിരെ വലിയ ഗൂഢതന്ത്രങ്ങൾ മെനയുക. ഇത് നൂഹ് നബിയുടെ മാത്രം ചരിത്രമല്ല. ചരിത്രത്തിൽ മിക്കവാറും പ്രവാചകന്മാർ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിം എന്ന അധ്യായമുണ്ട്. ഇബ്രാഹിം നബിയുടെ ജീവിതമൊക്കെ നമുക്കറിയാലോ. ഇബ്രാഹിം നബിയൊക്കെ ജീവിതത്തിൽ എവിടേക്ക് വരെ വലിച്ചെറിഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം. അഗ്നികുണ്ഡത്തിൽ, പരീക്ഷണങ്ങളുടെ അഗ്നികുണ്ഡത്തിൽ, അഗ്നിപരീക്ഷ. നമ്മുടെയൊക്കെ പരീക്ഷ എഴുതുന്നത് എവിടെയാണ്? അഗ്നിയിൽ വലിച്ചെറിയ അഗ്നിപരീക്ഷ. സ്വന്തം വിശ്വാസവും ആദർശവും ഉയർത്തിപ്പിടിച്ചതിൽ വലിയ ഏതെങ്കിലും കുറച്ച് വിറകും ഏതെങ്കിലും ചെറിയ രൂപത്തിലുള്ള വിറക് പൊരിയല്ല, മറിച്ച് ഇബ്രാഹിം നബിയെ കത്തിക്കുവാനുള്ള വിറകുകൾ നാട്ടിലുള്ള എല്ലാവരും കൂടി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെച്ച് അവിടെ വെച്ച് വലിയ അടുപ്പ് കൂട്ടിയിട്ട് ആ വിറകിലേക്ക് എല്ലാവരും എണ്ണയൊഴിച്ച് എല്ലാവരും തങ്ങളുടെ ഭാഗത്തുനിന്ന് വിറക്, എന്റെ വക വിറക്, നേർച്ച ചെയ്യാൻ എന്റെ വക വിറക്, ഇബ്രാഹിമിനെ കത്തിച്ചാമ്പലാക്കാൻ
ഇസ്ലാമിനെ കത്തിച്ചാമ്പലാക്കാൻ. അങ്ങനെ ഇസ്ലാമിനെ കത്തിച്ച്, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഇസ്ലാമിനെ ചാമ്പലാക്കാൻ, ഇസ്ലാമിനെ കത്തിച്ചു കളയാൻ, ഇസ്ലാമിനെ ഭസ്മീകരിക്കാൻ വേണ്ടി, ഇബ്രാഹിം നബിയെ കത്തിച്ചാമ്പലാക്കാൻ വേണ്ടി നാട്ടിലുള്ള പെണ്ണുങ്ങൾ, കുടുംബങ്ങളടക്കം അവരുടെ ഭാഗത്തു നിന്ന് വിറക് കമ്പുകൾ, വലിയ തടികൾ കൊണ്ടുപോയി കൊടുക്കുകയും എന്നിട്ട് വിറകിലേക്ക് വെക്കുകയും ചെയ്യുന്നു. ആ വലിയ അഗ്നിയുടെ ചുറ്റുവട്ടം മാത്രമല്ല, മേലേക്കോട് പറന്നു പോകുന്ന പക്ഷിപ്പറവകൾ പോലും ഈ ചൂരിന്റെ ഈ അഗ്നിയുടെ താണ്ഡവത്തിൽ മരിച്ചു വീഴുകയായിരുന്നു. അത്ര വലിയ അഗ്നിജ്വാല, അതിലാണ് ഇബ്രാഹിം നബിയെ കൊണ്ടുപോയി വലിച്ചെറിയുന്നത്. ആ ഇബ്രാഹിം നബിയുടെ ജീവിത വഴി നമുക്കെല്ലാം അറിയാം. ആ വഴിയിൽ വിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ച പ്രയോഗമുണ്ട്, വഖദ് മക്കറു മക്റഹു. അവർ വലിയ ഗൂഢതന്ത്രം ഇബ്രാഹിം നബിക്കെതിരെ മെനഞ്ഞു. വഖദ് മക്കറു മക്റഹു, വലിയ ഗൂഢതന്ത്രം അവർ മെനഞ്ഞു. വഇൻദല്ലാഹി മക്റഹു, തീർച്ചയായിട്ടും അള്ളാഹു അവരുടെ തന്ത്രത്തെ, അവരുടെ കുതന്ത്രത്തെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഗൂഢതന്ത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വൈൻകാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, അവരുടെ തന്ത്രങ്ങൾ എത്രത്തോളം ഉണ്ടെന്നറിയോ? അവരുടെ ഗൂഢതന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു പർവ്വതത്തെ ഇളക്കി മറിക്കാൻ. വൈൻകാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, വലിയ പർവ്വതം എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ. മൗണ്ടെയിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മൗണ്ടെയിൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലുത്, ഏറ്റവും ഭീമാകരമാണ് മൗണ്ടെയിൻ. ലോകത്ത് ഉയർന്നു കൊണ്ടു നിൽക്കുന്ന വലിയ വലിയ എവറസ്റ്റുകൾ, വലിയ വലിയ കൊടുമുടികൾ, ആനമുടികൾ, അതിന്റെയൊക്കെ പ്രത്യേകത അത് എത്രത്തോളം ഭൂമിയിലേക്ക് പൊന്തി നിൽക്കുന്നതോ അതേപോലെ ഭൂമിയുടെ അടിയിലേക്കും അതിന്റെ വേരുകൾ പോയിട്ടുണ്ട്. ഈ ഭൂമി പോലും ചായാതെ ചെരിയാതെ നിൽക്കുന്നത് ഇത്തരം വലിയ മലകളെ കൊണ്ടാണ്. ആ വലിയ പർവ്വതങ്ങളാണ് തമീതർക്കും ഈ ഭൂമി ചായാതെ ചെരിയാതെ, ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകാതെ ഈ ഭൂമിയെ ശരിക്ക് അടിച്ചു നിർത്തിയിട്ടുള്ള ആണിക്കല്ലുകളാണ് ഈ പർവ്വതങ്ങൾ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്ലാമിനെതിരിൽ ഉണ്ടായ പ്രവാചകന്മാർക്കെതിരിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരിൽ, അങ്ങനെ തന്നെ പറയണം. അതുകൊണ്ട് പ്രവാചകന്മാർക്കെതിരെ എന്ന ഒരു പുരാണം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർക്കെതിരിൽ എന്ന വാക്ക് മാത്രം പറയാതെ പ്രവാചകന്മാർക്കെതിരിൽ എന്നുകൂടി പറയുന്നത്. വേണമെങ്കിൽ ഇസ്ലാമിനെതിരിൽ എന്ന് പറയാൻ കാരണം ഇത് പുരാണമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകന്മാർക്കെതിരിൽ, അമ്പിയാക്കന്മാർക്കെതിരിൽ, ഇസ്ലാമിനെതിരിൽ ഇവർ നടത്തുന്ന കുതന്ത്രങ്ങൾ അത് പർവ്വതങ്ങളെ പോലും ഇളക്കി മറിക്കും. പർവ്വതങ്ങളെ പോലും സ്ഥാനമാറ്റം വരാൻ കഴിയുന്ന വിധത്തിലുള്ള ഭീകരമായ ഗൂഢതന്ത്രങ്ങളാണ്. വൈൻകാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, പർവ്വതങ്ങളെ പോലും ഇളക്കി മറിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ ഗൂഢതന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ഇബ്രാഹിമിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത് വബറസു ലില്ലാഹിൽ വഹീദിൽ ഖഹാർ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഗൂഢതന്ത്രക്കാർ, ഇസ്ലാമോഫോബിയക്കാർ, ഇസ്ലാം വിരോധികൾ, ഇസ്ലാം വെറുപ്പിന്റെ ആളുകൾ വിജയിക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഈ ആകാശം അല്ലാതാവും. ഈ ഭൂമി ഇങ്ങനെയല്ലാത്ത വേറൊരു ഭൂമിയായി മാറും. ഈ ഭൂമി ഒരു മഹ്ശറായി മാറും. ഈ ഭൂമിയിലെ എല്ലാ പർവ്വതങ്ങളും ഒക്കെ നിരപ്പാക്കും. കുന്നും കുഴിയൊന്നും ഇല്ലാത്തടത്ത് ഭൂമിയെ സമനിലയാക്കും. ഭൂമി ഈ ഭൂമിയല്ലാതെ വേറൊരു ഭൂമിയാവും. ആകാശം വേറൊരു ആകാശമായി മാറും. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഏകനായ അള്ളാഹുവിന് മുമ്പിലേക്ക് കടന്നു വരും. ഇത് പറഞ്ഞാൽ ഒരു പരലോകം വരും. അവിടെ വെച്ച് കണക്ക് അള്ളാഹു ചോദിക്കും. അവിടെ വെച്ച് അള്ളാഹു വിചാരണ ചെയ്യും. വിശുദ്ധ ഖുർആനില് സാക്ഷാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും ഖുർആൻ പറയുന്നുണ്ട്. വൈദി യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലുക ഔ യുഖ്രിജുക വയംകുറൂൻ വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. വൈദി യംകുറു ബിക്കല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ പ്രവാചകരെ, മുഹമ്മദേ, താങ്കൾക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നു. വൈദി യംകുറു ബിക്കല്ലദീന കഫറു, കാഫറുകളായ നിഷേധികളായ ആളുകൾ താങ്കൾക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നു. ലിയുസ്ബിതുക, താങ്കൾ പിടിച്ചു കെട്ടാൻ, മുഹമ്മദിന് പിടിച്ചു കെട്ടണം. ലിയുസ്ബിതുക, അനങ്ങാൻ വിടരുത്. മുഹമ്മദിന്റെ പ്രവർത്തനം നടക്കരുത്, മുഹമ്മദിന്റെ പ്രബോധനം നടക്കരുത്. അങ്ങനെ മുഹമ്മദിനെ പിടിച്ചു കെട്ടണം. യഖ്തുലുക, അല്ലെങ്കിൽ കൊന്നുകളയണം.
ഔ യുഖ്രിജുക, അല്ലെങ്കിൽ നാട്ടിന് പുറത്താക്കണം. മുഹമ്മദിനെ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ മുഹമ്മദിനെ കൊന്നുകളയണം, അല്ലെങ്കിൽ മുഹമ്മദിനെ നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കണം. അത് ഒരുപാട് തന്ത്രങ്ങൾ, മുഹമ്മദേ, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്കെതിരെ ഒരുപാട് ഗൂഢതന്ത്രങ്ങൾ മെനയുന്നുണ്ട്. പക്ഷെ ആയത്തിന് അവസാനം എന്താണെന്നറിയോ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, മുഹമ്മദിനെ ഗൂഢതന്ത്രത്തിലൂടെ ഇല്ലാതാക്കാം, നശിപ്പിക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിനുണ്ട് തന്ത്രങ്ങൾ. പടച്ച റബ്ബും തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അല്ലാഹു ഖൈറുൽ മക്കിരീൻ. അള്ളാഹു വലിയ ഗൂഢതന്ത്രങ്ങൾ അള്ളാഹുവിന്റെ കൈകളിലുമുണ്ട്. ഞാൻ ഈ ആയത്തൊക്കെ ഇങ്ങനെ പറയുന്നത്, ഈ ആയത്തൊക്കെ നമ്മളൊക്കെ പഠിക്കണം. ഈ ആയത്തൊക്കെ പഠിച്ച് ഖുർആനിലൂടെ കാര്യങ്ങൾ വിലയിരുത്തിയാലാണ് ഒരുപക്ഷെ നാമൊക്കെ ജീവിക്കുന്ന ഈ സമകാലിക ലോകത്ത് നാമൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികളെ പോലും മറികടക്കാൻ കഴിയും. അല്ലാത്തവർക്കൊന്നും ഒരുപക്ഷെ പ്രതിസന്ധികൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഏതർത്ഥത്തിൽ ഭയപ്പെട്ടു പോയി പിന്നോട്ട് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ നാട് സാക്ഷാൽ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ സൂറത്തുൽ ബലദ് എന്ന അധ്യായമുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വൻ തഹില്ലും ബിഹാദൽ ബലദ്. ലാ, ഒരിക്കലുമല്ല. ഉഖ്സിമു, ഞാൻ ഈ നാടിനെ വെച്ചുകൊണ്ട് സത്യം ചെയ്തു. ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് മക്ക എന്ന് പറയുന്ന പ്രദേശം, ഈ മക്കയെ വെച്ചുകൊണ്ട് അള്ളാഹു പറയാ, ഞാൻ സത്യം ചെയ്യാം. വൻ തഹില്ലും ബിഹാദൽ ബലദ്, താങ്കൾ ഈ നാട്ടിൽ ജീവിക്കുന്നവനാണ്, താങ്കൾ ഈ നാട്ടിലെ പൗരനാണ്, ഈ താങ്കൾ ജീവിച്ച നാടാണത്. ഒരു പിതാവിന്റെ, ഒരു മകന്റെ, ഒരുപക്ഷെ ഈ മക്കൾക്ക് ഇബ്രാഹിമിന്റെ ചരിത്രമുണ്ട്, ഇസ്മായിലിന്റെ ചരിത്രമുണ്ട്. അങ്ങനെയാണ് ഈ നാട് രൂപപ്പെട്ടത്. ഈ കഅബ അങ്ങനെ ഉണ്ടായതാ, ഈ മക്ക അങ്ങനെ ഉണ്ടായതാ, ഈ നാട് നാഗരികമായത് അങ്ങനെയാ. ഈ നാട് ജലസമൃദ്ധമായത്, ഈ നാട് ജനസമൃദ്ധമായത്, ഈ നാട് ലോകത്ത് അറിയപ്പെട്ട നാഗരികതയായി മാറിയത് ഇബ്രാഹിമിലൂടെയാ, ഇസ്മായിലൂടെയാ. അവിടെയാണെന്ന് താങ്കൾ ജീവിക്കുന്നത്. പക്ഷേ താങ്കൾ ഇന്ന് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. താങ്കൾ ഈ നാട്ടിൽ ജീവിക്കുന്നു, പക്ഷെ താങ്കൾ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. താങ്കളുടെ വിശ്വാസം, താങ്കളുടെ ആദർശം, താങ്കളുടെ ദീന് വെച്ച് പുലർത്താൻ കഴിയാത്ത വിധം താങ്കളുടെ പ്രതിസന്ധിയിലാണ്. അതാണ് ദൈവമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന നമ്മുടെ നാടിന്റെ വർത്തമാന ചിത്രം അതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം, എന്നെക്കാൾ അറിയുന്നവരെ ഇരിക്കുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഒരു ഖുർആനിന്റെ കണ്ണിലൂടെ, ഒരു ഖുർആന്റെ കണ്ണടയിലൂടെ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ അത്തരം വിഷയങ്ങളെയും അത്തരം പ്രതിസന്ധികളെയൊക്കെ കാണാനും വിലയിരുത്താനും ഒക്കെ കഴിയേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും അവസാനം SIR എന്ന് പറയുന്ന പുതിയ ഒരു വോട്ടർ പട്ടിക, നിലവിലുള്ള വോട്ടർ പട്ടിക റദ്ദാക്കാൻ നേരത്തെ ഹമാരെ പ്യാരെ ദേശവാസിയോ എന്ന് നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രി നട്ടപ്പാതിയൊക്കെ വിളിച്ചു കൂവുക. നട്ടപ്പാതിയൊക്കെ എണീറ്റ് നിന്നിട്ട് ഏതോ ഒരു പ്രേതബാധയൊക്കെ പോലെ ഹമാരെ പ്യാരെ ദേശവാസിയോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുലമ്പാറുണ്ട്. കുറച്ചു മുമ്പ് രാജ്യത്തെ നാണയം 98% വിനിമയ നാണയങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് നിരോധിച്ച് കളഞ്ഞ ഒരു ചിത്രം കുറച്ചു മുമ്പ് നമുക്കറിയാം. ഡിമോണിറ്റൈസേഷൻ നടന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള വോട്ടർ പട്ടിക എല്ലാം റദ്ദാക്കിയിരിക്കുന്നു, കേരളത്തിലടക്കം. ഇപ്പോൾ നാം വോട്ട് രേഖപ്പെടുത്തുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ പോലും നിങ്ങളുടെ വോട്ടർ പട്ടിക പൂർണ്ണമാവുകയില്ല. കഴിഞ്ഞ പാർലമെന്റിൽ വോട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ വോട്ടർ പട്ടികയോ ബാധകമല്ല, പുതിയ വോട്ടർ പട്ടിക വരികയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേരുകൾ വീണ്ടും നിങ്ങൾ രാജ്യത്തെ പൗരത്വം, ഇപ്പോൾ വോട്ടർ പട്ടികയാണ്, അത് എവിടെ എത്തും എന്നൊന്നും പറയാൻ കഴിയില്ല. നേരത്തെ CAA ബില്ല്, NRC എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ശബ്ദമുഖരിതമായ ബഹളമായ അന്തരീക്ഷം ഉണ്ടാക്കിയതാണ്. പക്ഷെ സൈലന്റ് ആയിട്ട് അതൊക്കെ ഏതോർത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ബഹളമുണ്ടാക്കിയവരുടെ ബഹളമൊക്കെ, ശബ്ദമുണ്ടാക്കിയവരുടെ ശബ്ദമൊക്കെ, അതൊന്നും ഇവിടെ നടക്കില്ല, അതിവിടെ നടപ്പിലാക്കില്ല എന്നൊക്കെ ധീരമായി പറഞ്ഞവരൊക്കെ ശക്തിയൊക്കെ ചോർന്നു പോയിട്ടുണ്ട് എന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വത്തെ, മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഏതെല്ലാം വിധത്തിൽ ഇപ്പോൾ അസമിൽ ഏതോർത്തിൽ നടപ്പിലാക്കിയത്, ബീഹാറിലാണ് ഏറ്റവും അവസാനം നടപ്പിലാക്കിയത്. ബീഹാറിൽ ആദ്യം, അസമിൽ നടപ്പിലാക്കിയപ്പോൾ 10-18 ലക്ഷത്തോളം മനുഷ്യർ ആ പട്ടികയുടെ പുറത്തുപോയി. ആ പട്ടിക പുറത്തു പോകുന്ന ആളുകളെ അത് പൗരത്വത്തിന് പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൗരത്വത്തിന് പുറത്തുപോയ ആളുകളെ സ്വീകരിക്കാനുള്ള വേറെ വകുപ്പ് CAA ഉണ്ടാക്കി
ആ വകുപ്പിന് പുറത്താക്കപ്പെട്ട ഹിന്ദുക്കളെ അകത്താക്കാൻ, ക്രിസ്ത്യാനികളെ അകത്താക്കാൻ എല്ലാം നിയമമുണ്ട്. അവിടുന്ന് തിരിച്ചു വരാൻ മുസ്ലിങ്ങളൊക്കെ ബാക്കി എല്ലാവർക്കും പൗരത്വം നൽകും എന്ന പോളിസിയാണ് ഉള്ളത്. അങ്ങനെ അസ്സാമിലെ മുസ്ലിം ജനസമൂഹം അതിന്റെ പേരിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. ബീഹാറിൽ മുസ്ലിങ്ങൾക്ക് വലിയ ശക്തിയുള്ള നാടാണ് ബീഹാർ. ഈ കഴിഞ്ഞ അവിടെ ഒരു നിയമസഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. വലിയ പ്രളയങ്ങൾ നടക്കുക. അതിനിടയിൽ കൊണ്ടുപോയിട്ടാണ് 60 ലക്ഷത്തോളം മുസ്ലിങ്ങൾ, 40 ലക്ഷത്തോളം മനുഷ്യരാണ് ബീഹാറിലും ഈ വോട്ടർ പട്ടിക ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ പുറത്തു നിൽക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഗൂഢതന്ത്രമൊക്കെ വോട്ട് ചോരി എന്ന പേരിൽ നമ്മുടെ കേരളത്തിലൊന്നും ആ ക്യാമ്പയിനൊന്നും കാര്യമായിട്ട് ആരും ഏറ്റെടുത്തില്ല. നമ്മുടെയൊക്കെ കേരളം പ്രബുദ്ധമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ പ്രബുദ്ധതയൊക്കെ എന്തോ ഒരു അർത്ഥത്തിൽ നനഞ്ഞ പടക്കം പോലെ, പടക്കം പൊട്ടിത്തെറിക്കാനുണ്ട്, പക്ഷെ പടക്കം നനഞ്ഞു പോയാൽ പിന്നെ പടക്കം നനഞ്ഞ പടക്കം എന്ന് പറയാം. കേരളത്തിന്റെ പ്രബുദ്ധത ഒരു നനഞ്ഞ പടക്കം പോലെ, നമ്മളെല്ലാവരും ഏതു അർത്ഥത്തില് ഒരു നനഞ്ഞ പടക്കം പോലെയായി മാറി. വലിയ വിപ്ലവബോധമുള്ളവരും വലിയ സമരബോധമുള്ളവരും വലിയ ത്യാഗബോധമുള്ളവരൊക്കെ ആയിരുന്നെങ്കിൽ പോലും നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെയോ നനഞ്ഞ് കുതിർന്ന് അങ്ങനെ നനഞ്ഞ പടക്കമായി നമ്മുടെ കേരളത്തിന്റെ സമരബോധം, സമരബോധം, സമര നേതാക്കന്മാർ എന്നൊക്കെ പറയുന്നവരെല്ലാവരും ഈ നനഞ്ഞ പടക്കം പോലെയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലും അത് നടപ്പിലാക്കും. ആ വോട്ടർ പട്ടിക പുതിയ തുടങ്ങിയിരിക്കുകയാണ്. അതിലൂടെ യഥാർത്ഥത്തിൽ പ്രവാസി സമൂഹങ്ങളെ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് കേരളം. 25 ലക്ഷത്തോളം അവർക്ക് വോട്ടൊക്കെ ഏറെക്കുറെ ഇല്ലാതാക്കാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇത്ര പെട്ടെന്ന് എല്ലാവരും നാട്ടും വീട് പുറത്തൊക്കെ ഉള്ളവരെല്ലാവരും വന്ന് തങ്ങളുടെ വോട്ടർ പട്ടിക വീണ്ടും റിവൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നാട്ടിൽ നിന്ന് പൗരത്വം തന്നെ റദ്ദാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തായാലും ഞാൻ പറയുന്നത്, അങ്ങനെ SIR ഒരു ഭാഗത്തോട് വരുന്നു. അതിനേക്കാൾ ഭീകരമായി നമ്മുടെ നാട്, രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ ഏറെക്കുറെ ഒരു നൂറ്റാണ്ട് 1925കളിലാണ് ഈ രാജ്യത്ത് അവർ രൂപം കൊണ്ടതെങ്കിൽ അതിന് മുമ്പുണ്ട് ഹിന്ദു മഹാസഭയുടെ പേരിലൊക്കെ. സംഘപരിവാർ എന്ന് പറയുന്ന ഈ സിസ്റ്റം, RSS എന്ന് പറയുന്ന സംവിധാനം, അത് ഈ രാജ്യത്ത് രൂപീകരിച്ചിട്ട് ഏറെക്കുറെ ഒരു 100 വർഷം തികഞ്ഞൊരു കാലഘട്ടമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ ഈ രാജ്യത്തെ ഏറെക്കുറെ മുഴുവൻ ഭരണഘടനാ സംവിധാനങ്ങളെ അടക്കം, അവസാനം ഭരണഘടനാ സംവിധാനം എന്ന് പറയില്ലോ, ആ സംവിധാനങ്ങളെ എല്ലാത്തിനെയും ഏതോർത്ഥത്തിൽ സംഘപരിവാറിന്റെ ഓരോ ശാഖകളാക്കി. സാധാരണ ബജ്രംഗള് അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത്, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരു നീരാളിയെ പോലെ ഒരുപാട് കയ്യും കാലുമുള്ള ഒരു അവയവമാണ് ഈ സംഘപരിവാർ. നമ്മുടെ നാടിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ, അതേപോലെ രാജ്യത്തെ ED പോലുള്ള CBI പോലുള്ള സംവിധാനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളെ, ജുഡീഷ്യറി ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ഒക്കെ തന്നെ തങ്ങളുടെ ശാഖകളാക്കി, തങ്ങളുടെ ഏതർത്ഥത്തിലുള്ള വകുപ്പ് തങ്ങളുടെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഇടപെടലാണ് നമ്മുടെയൊക്കെ കുട്ടികളുടെ, നമ്മുടെയൊക്കെ ക്യാമ്പസുകളിലേക്ക്, നമ്മുടെയൊക്കെ സ്കൂൾ ലെവൽ സംവിധാനങ്ങളിലേക്ക് വരെ PM ശ്രീ എന്ന പേര് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഒരു പുതിയ രാഷ്ട്രത്തിന്റെ, പഴയ രാഷ്ട്രമല്ല, ഗാന്ധിജിയുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ഗാന്ധിജിയുടെ ഇന്ത്യ, നെഹ്റുവിന്റെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇന്ത്യ അല്ല. അതുകൊണ്ട് ഇദ്ദേഹം ഏത് നോട്ടാണെങ്കിലും, ഏത് പെട്രോൾ ടാങ്ക് ആണെങ്കിലും, ഏത് ഗ്യാസ്, എന്ത് സംഭവം അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ മുഖമാണ്. അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട ഞാൻ എന്നർത്ഥത്തിൽ ഞാനാണ് ബഹുമാനപ്പെട്ട ഈ നാടിന്റെ പ്രധാനമന്ത്രി, ഈ നാടിന്റെ നമോ എന്ന് പറയുന്ന ഈ നാടിന്റെ ദൈവം തന്നെ ഞാനാണ്, ഒരു ആത്മീയ ദൈവമാണ് ഞാൻ, ദൈവമാണ്, ദൈവാവതാരമാണ്, ദൈവം തന്നെയാണ് എന്ന രൂപത്തിൽ അന റബ്ബുക്കുമുൽ അഅ്ല. ശരിക്കും ഈ ഫിർഔന്റെ ഒക്കെ വാക്കുകളൊന്നും വെറുതെ അല്ല, അത് ഇതൊക്കെ തന്നെയാണ്. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റബ്ബ്. അതിന്റെ അർത്ഥം ഞാൻ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഞാനാണ് എന്ന് ഫിർഔൻ പറഞ്ഞതല്ല. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറയുന്നത് ഈ PM ശ്രീ എന്നതിന്റെ വേറൊരു പതിപ്പാണ്, പുരാണ പതിപ്പാണ്. ബഹുമാനപ്പെട്ട PM ശ്രീ എന്ന് പറയുന്നതിൽ പുരാണ പതിപ്പാണ് അന റബ്ബുക്കുമുൽ അഅ്ല ലഇൻ ഇത്തഖത ഇലഹൻ ഗൈരി ലജഅലന്നക മിനൽ മസ്ജൂനീൻ ലഇൻ ഇത്തഖത ഇലഹൻ ഗൈരി, ഞാനല്ലാതെ ഒരു ദൈവത്തെ ഞാൻ സ്വീകരിച്ചാൽ നിന്നെ കുടിച്ച് ജയിലിലിടും എന്ന് ഫിർഔൻ പറയുന്നുണ്ട്. അലൈസലി മുൽക്കു മിസ്ർ, അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നാടൊക്കെ എന്റെ അല്ലേ, ഞാനാണ്. ഇപ്പൊ യമുനെ തന്നെ
പിന്നെ പിളർത്തിയിട്ട് മാലിന്യവും ചേറും ചെളിയുമുള്ള യമുന ഒരു ഭാഗത്തോട് ഒഴുകുമ്പോ ഒരു കൃത്രിമ യമുനയെ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നീരാടുന്ന അങ്ങനെ ഒരു വിശുദ്ധ യമുനയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൈവം. അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഇതൊക്കെ ഫിർഔനിന്റെ വാക്കുകളിലും സംസാരങ്ങൾക്ക് ഇതുണ്ട്. ഖുർആൻ പഠിക്കണമെന്ന് പറ. ഈ നാട്, ഞാനാണ് ഈ നാടിന്റെ അധികാരി. ഇവിടുത്തെ നൈൽ നദി, ഇവിടുത്തെ ചെങ്കടല്, ഇവിടെ മധ്യധരണ്യാഴി, ഈജിപ്തിന്റെ ചുറ്റുവട്ടങ്ങൾ, സൂയസ് കനാൽ, അവിടൊക്കെ ഈജിപ്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, വ്യവസായിക കേന്ദ്രങ്ങളിൽപ്പെട്ടതാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. അപ്പുറത്ത് മധ്യധരണ്യാഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ചെങ്കടല്, ഇതൊക്കെ ഈജിപ്തിന്റെ പരിസരമാണ്. ഈ ചെങ്കടല്, ഈ സൂയസുകൾ, ഈ വലിയ മധ്യധരണ്യാഴി, ഇതെല്ലാം ഞാൻ പറയുന്നത് പോലെയാണ് ഒഴുകേണ്ടത്. അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാർ തജ്രി മിൻ തഹ്തി. ഞാൻ പറയുന്നത് ഈ ശക്തികൾ ഇപ്പോൾ വന്ന് പെട്രോൾ സ്റ്റേഷനപ്പുറം, ഏതെങ്കിലും ഗ്യാസ് കണക്ഷനിലപ്പുറം, ഏതോർത്ഥത്തിൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക കാർഷിക മേഖലകൾക്കപ്പുറം നമ്മുടെയൊക്കെ സ്കൂൾ കുട്ടികളിലേക്ക്, സ്കൂൾ വരാന്തകളിലേക്ക്, ക്ലാസ് റൂമുകളിലേക്ക് വരെ സംഘപരിവാർ ശാഖകൾ. പണ്ടൊക്കെ ശാഖ നടത്തിയിരുന്നത് സ്കൂൾ വിട്ട്, കോളേജ് വിട്ട് വന്ന് വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് പിന്നെ വീട്ടിലിരിക്കുന്ന വർഗീയതയുടെ ഈ വസ്ത്രം, വർഗീയതയുടെ ഈ വർഗീയ കവാത്തിന്റെ ഈ കാവി കുപ്പായം ഇട്ടുകൊണ്ട് കടൽ തീരത്തേക്ക് പോയി കടൽ തീരത്ത് നിന്നുകൊണ്ടാണ് ഈ കബഡികളിൽ, ഈ കവണകളിലേക്ക് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും അമ്പലപ്പറമ്പില് ശാഖകൾക്കും സംഘികൾക്കൊക്കെ സ്വാധീനമുള്ള അമ്പലപ്പറമ്പിലാണ് ശാഖ നടത്തിയത്. നിങ്ങൾ അറിയണം, ഇനി ശാഖ നടക്കുന്നത് നമ്മുടെയൊക്കെ ക്യാമ്പസിനുള്ളിൽ, ക്ലാസ് റൂമുകൾക്കകത്ത് ഏതൊക്കെ ശാഖ നടക്കാൻ പോകുന്നു. ക്ലാസ് റൂമിനകത്ത് അവരവിടെയായിരുന്നു വിചാരധാര ചൊല്ലിക്കൊടുത്തിരുന്നത്. ഹെഡ്ഗവാറിന്റെയും വോൾവാർക്കറിന്റെയും ഒക്കെ ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഏതെങ്കിലും അർത്ഥത്തിൽ അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കടൽ തീരങ്ങളിലോ ചേരുന്ന പിന്നെ അവരുടെ ആ ശാഖകളിലാണ് അത് പഠിപ്പിച്ചെങ്കിൽ, ഇപ്പോൾ ഏറ്റവും പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്, പുതിയ വിദ്യാഭ്യാസ സമീപനം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറകളൊക്കെ സംഘികളാക്കാൻ, രാജ്യത്തെ കർഷകരാക്കി, RSSന്റെ പ്രവർത്തകരാക്കി, RSSന്റെ അനുകൂലികളാക്കി പുതിയ തലമുറകളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് അത്തരം പാഠങ്ങൾ, സംഘപരിവാറിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മതപാഠങ്ങൾ നമ്മുടെ കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും, ഒറ്റപ്പെട്ട വിവേകാനന്ദ സ്കൂളുകളൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ. വിവേകാനന്ദ എന്ന പേരിൽ അല്ലെങ്കിൽ അത്തരം അജണ്ടകൾ തയ്യാറാക്കുന്ന ഒരുപാട് സ്കൂളുകൾ രാജ്യത്തൊട്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക്, നമ്മുടെ മുഖ്യധാരയിലേക്ക് അത് വന്ന് ഒരുപക്ഷെ ഗുജറാത്തൊക്കെ, അത് 1995 ഗുജറാത്തില് BJP അധികാരത്തിലേറുന്നത്. നിങ്ങൾ അറിയണം, 7 കൊല്ലം, 2002 ഗുജറാത്ത് വലിയ കലാപം നടക്കുന്നത്. 5 വർഷം കൊണ്ട് ഗുജറാത്തിലെ ഒരു തലമുറയെ ഏതൊരു അശോകോമാച്ചിമാരാക്കി മാറ്റിയെടുക്കാം. വലിയ കലാപങ്ങൾ നടത്തി ഒരു ജനതയുടെ മനസ്സുകളിൽ മുസ്ലിങ്ങളുടെ വെറുപ്പും വിദ്വേഷമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് വൻ കലാപങ്ങൾ നടത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഗുജറാത്തിനെ മാറ്റിയത് 7 കൊല്ലം കൊണ്ടാണ്. കാരണം ഗുജറാത്തിൽ നൽകിയ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ PM ശ്രീയിലൂടെ നമ്മുടെയൊക്കെ കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. ചരിത്രത്തെക്കുറിച്ച്, മുഗൾ കാലഘട്ടത്തെക്കുറിച്ച്, ഇന്ത്യയുടെ പുരാണങ്ങളെക്കുറിച്ച്, ഇന്ത്യയുടെ തന്നെ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഭാഷയിലും ഭാഷ്യത്തിലൊക്കെ ഒരു തലമുറകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. പശുവിനെ കുറിച്ച്, പശുവിന്റെ മൂത്രത്തെക്കുറിച്ച്, ചാണകത്തെക്കുറിച്ച്, അതിന്റെ വലിയ ആരോഗ്യ സാധ്യതകളെ കുറിച്ച്, ചാണകത്തിൽ ഇരുമ്പുണ്ടാക്കാം, സ്വർണമുണ്ടാക്കാം, അവിടുന്ന് അങ്ങോട്ട് ഓരോ പ്ലൂട്ടോണിയം ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ഇജ്തിഹാദുകൾ പശുവിന്റെ മൂത്രത്തിന്റെ വലിയ ആരോഗ്യ സാധ്യതയോ, ഷുഗർ മാറാൻ, വലിയ മാറാരോഗങ്ങൾ മാറാൻ, അങ്ങനെ പശു എന്ന ജീവിയുടെ ദിവ്യമായ ദൈവികമായ സവിശേഷതകളൊക്കെ UGC സ്കെയില് അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്ന ഇപ്പോൾ നീറ്റിന്റെയും അതുപോലെ തന്നെ നെറ്റൊക്കെ എഴുതുന്ന ആളുകൾ, ഹിസ്റ്ററിയിലേക്ക് നെറ്റ് എഴുതുന്ന ആളുകൾ ഒരു പ്രോ സംഖ്യയായിട്ട് മനസ്സോട് ഉത്തരം എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ജയിക്കില്ല. ഒരു പ്രോ സംഖ്യയ്ക്ക് അനുകൂലമായി സംഘപരിവാറിന്റെ വ്യാഖ്യാനങ്ങൾക്കും ചരിത്രങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് ഇന്നലെ മെഡിക്കൽ സയൻസ് മുതൽ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിശാരദന്മാർ ഉൾപ്പെടെ ഇന്ത്യയുടെ ഏത് അധികാര മേഖല എഴുതണമെങ്കിൽ നിങ്ങൾ ഉത്തരങ്ങളിൽ ഈ സംഘപരിവാറിന് അനുകൂലമായ രീതിയിൽ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ നെറ്റൊന്നും പാസ്സാക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് വിദ്യാഭ്യാസ സിസ്റ്റത്തെ അത്തരം സംഘ മനസ്സുള്ള ആളുകൾക്ക് ഒരു പക്ഷെ ഉയർന്നു പോകാൻ കഴിയും. ആ വിധത്തിൽ കഴിഞ്ഞൊക്കെ ഹിസ്റ്ററിയുടെ ഒക്കെ
ഹിസ്റ്ററിയിലൊക്കെ പിന്നെ നെറ്റ് പരീക്ഷയിൽ 9 ക്വസ്റ്റ്യൻ തന്നെ ഈ രൂപത്തിൽ സവർക്കറുമായി ബന്ധപ്പെട്ട്, ഗോഡ്സെയുമായി ബന്ധപ്പെട്ട്. അതുപോലെ BJP മനസ്കരല്ലാത്തവർക്ക് ആ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് എക്സാമുകളെ പോലും മാറ്റിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ തലമുറകളെ ഖത്തൽഗാഹ് സയ്യിദ് മൗലാന മൗദൂദി ആ വാക്ക് കേട്ടുമ്പോ ആളുകൾ വല്ലാതെ എന്തൊക്കെയോ അദ്ദേഹം പ്രചോദനം. ഖത്തൽഗാഹ് കലാലയമല്ല കൊലാലയം എന്ന് അദ്ദേഹം വിളിക്കുന്നത്. അതിനൊക്കെ ആളുകൾ ഒരു കാലം പരിഹസിച്ചത്. ഇത് കലാലയമല്ല കൊലാലയമാണ്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനവും തലമുറയെ സൃഷ്ടിക്കുന്നത്, എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഇന്നസെൻസ് ബട്ട് ഇറ്റ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൊഡ്യൂസർ. വിദ്യാഭ്യാസം എന്നത് നിഷ്കളങ്കമായ ഒരു സ്ഥാപനമല്ല, നിരപേക്ഷമായ സ്ഥാപനമല്ല. ആ സ്ഥാപനത്തിന് ആരാണോ മൊഡ്യൂൾ ഉണ്ടാക്കുന്നത്, ആരാണോ അതിന് കരിക്കുലം ഉണ്ടാക്കുന്നത്, ആരാണോ അതിന്റെ സിലബസ് ഉണ്ടാക്കുന്നത്, ആരാണോ അതിനെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അതിനനുസൃതമായി ഒരു തലമുറയെ വളർത്തിയെടുക്കാം. അതിന്റെ പേരാണ് വിദ്യാഭ്യാസ വ്യവസ്ഥ. ലോകം മുഴുവൻ എങ്ങനെയാണ്? അല്ലമാ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹം ഈ നമ്മുടെയൊക്കെ രാജ്യത്തെ ആധുനിക ഭൗതിക യൂറോപ്യൻ വിദ്യാഭ്യാസ വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫിർഔൻ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലുകയില്ലായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ മതിയായിരുന്നു. ഫിർഔൻ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ നമ്മുടെ PM ശ്രീ വിദ്യാഭ്യാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഫിർഔൻ ശ്രീ വിദ്യാഭ്യാസ വ്യവസ്ഥ നടപ്പിലാക്കുമായിരുന്നല്ലോ. അദ്ദേഹം ഇതുപോലെ മനുഷ്യൻ ഇങ്ങനെ കൊല്ലേണ്ടതുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെങ്ങനെ ഒരുപാട് കൊല്ലുക. അപ്പൊ ഇസ്രായേൽ കൊല്ലുന്ന മാതിരി എല്ലാവർക്കും അങ്ങനെ കൊല്ലാൻ കഴിയില്ലല്ലോ. അങ്ങനെ കൊല്ലേണ്ടതില്ല. അവരെ തല അറക്കേണ്ടത് തലയ്ക്കകത്തുള്ളത് ബ്രെയിൻ അങ്ങനെയുണ്ടല്ലോ. തല അറക്കേണ്ട തലയ്ക്കകത്തുള്ള തലച്ചോറിനെ അവരുടെ ബുദ്ധിയുടെ ഹൃദയത്തിലേക്ക് ഏതൊർത്ഥത്തിൽ ഫിർഔൻ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു. എന്തിനാ ഫിർഔൻ ഒരു കലാലയം തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ, കൊല നടത്തേണ്ടിയിരുന്നല്ലോ. ഖത്തൽഗാഹ് മൗലാന മൗദൂദിക്ക് ഖത്തൽഗാഹ് എന്ന യൂണിവേഴ്സിറ്റികളെ ആധുനിക വിദ്യാലയങ്ങൾ വിളിക്കാൻ കാരണം ഈ ആധുനിക വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെ മനുഷ്യൻ എന്ന് പറയുന്നത് അത് പരിണാമത്തിന് രൂപപ്പെട്ടതാണ്. അത് കുരങ്ങ് അതിങ്ങനെ മാറി വന്ന് മനുഷ്യനായി മാറിയതാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഭൗതിക ജീവിയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ ദൈവമില്ല, ഇങ്ങനെ മനുഷ്യനെ യുക്തിവാദത്തിനെയും നിരീശ്വരവാദത്തിനെയും ഭൗതിക വ്യവസ്ഥയിലെ അടിത്തറയിൽ ഒരു വിദ്യാഭ്യാസ ക്രമം വന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കലാലയങ്ങളിൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സുകളിലേക്ക് കുഫറും, അങ്ങനെയല്ല, ഡാർവിനിസവും ഹെഗലിസവും ഫ്രോയിഡിസവും അതുപോലെ ഒരുപാട് ഇസങ്ങൾ, ഹെഗലിന്റെ ഇസം, ഫ്രോയിഡിന്റെ ഇസം, അതുപോലെ തന്നെ ഡാർവിന്റെ ഇസം, അതുപോലെ മാർക്സിസം, ഇങ്ങനെ ഒരുപാട് ഇസങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയും മനുഷ്യനെ ഭൗതിക ജീവിയാക്കുകയും മനുഷ്യന് ഒരു പരലോകബോധമുണ്ട് എന്നും ദൈവമുണ്ട് എന്ന ചിന്തയില്ലാത്ത വിധത്തിലേക്ക് വിദ്യാഭ്യാസ വ്യവസ്ഥ മാറ്റിയത് കൊണ്ടാണ് ഈ ആധുനിക കൊലാലയങ്ങൾ അദ്ദേഹം വിളിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മുടെ കാലഘട്ടത്തിൽ, സംഘപരിവാർ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകൾ കലാലയങ്ങളിലേക്ക് ഏതൊർത്ഥത്തിൽ എത്ര നിസ്സാരമായിട്ട് നമ്മുടെയൊക്കെ ഗവൺമെന്റ്, അതിനെ ആരും പ്രതിരോധിക്കുന്ന ആരും വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ പ്രതിരോധിക്കും, ഇവിടെ NRC നടപ്പിലാക്കൂല, ഇവിടെ പൗരത്വം നടപ്പിലാക്കൂല, ആക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ആരിങ്ങനെ ശരിയാ ബഹുമാനപ്പെട്ട നമ്മുടെ CM ബഹുമാനപ്പെട്ട അന്നൊന്നും ആരും വിചാരിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ മുസ്ലിം കമ്മ്യൂണിറ്റി സ്വന്തം നിലപാടുകൾ ധീരമായി പറയാൻ പഠിക്കണം. സ്വന്തം നിലപാടുകൾ നമ്മൾ ഈ വാഴയ്ക്ക് ഊന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തിന് ഊന്നുകൊടുത്ത് അങ്ങനെ ഇടതുപക്ഷത്തിന് ഊന്നായി, അല്ലെങ്കിൽ വലതുപക്ഷത്തിന് ഊന്നായി, അങ്ങനെ ആരുടെ ഊന്നുകളായിട്ടൊന്നും ആരും കാര്യമില്ല. സ്വന്തമായ കാണ്ഡത്തിൽ, സ്വന്തം തടിയിൽ, സ്വന്തം കാണ്ഡത്തിൽ വളർന്ന് പടർന്ന് അങ്ങോട്ട് സ്വന്തം രാഷ്ട്രീയം എന്താ നിലവിലെ ഇന്ത്യ എന്നും ഇവിടുത്തെ വർഗീയത എന്താണെന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാട് എന്താണെന്നൊക്കെ സ്വന്തം ഭാഷയിൽ സഹകരിക്കണം, എല്ലാവരുമായി സഹകരിക്കണം. പക്ഷെ അടിമകളായി മാറരുത്, അടിമ സഹകരണം ആവരുത്. അന്തവും ബധിരവുമായ അന്ധരായ ആളുകൾ, ബധിരരായ ആളുകൾ, ഊമകളായ ആളുകൾ ഞങ്ങളെ പാർട്ടിയുടെ ആൾക്കാരാ. അങ്ങനെ അന്ധരാകരുത്, നിങ്ങൾ ബധിരരാകരുത്. ഈ കേരളം വലിയ വാക്കുകൾ സംഘപരിവാർ വിരുദ്ധ പ്രഘോഷണങ്ങൾ നടത്തുന്ന ആളുകളാ. ഈ NEP എന്ന് പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഒരുപാട് സമരങ്ങൾ നടത്തിയവരാ. പക്ഷെ അവര് പോലും 1500 കോടി രൂപ കിട്ടും, 1500 കോടി രൂപ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കിയേക്കാം എന്ന് പറയുന്നുവെങ്കിൽ 1500 കോടി രൂപക്ക് തീരാവുന്നതാണോ കേരളത്തിന്റെ ഫാസിസ വിരുദ്ധത? നമ്മുടെ ക്യാമ്പസ് ഇപ്പൊ തന്നെ ഓൾറെഡി ഗവർണർമാർ ഉപയോഗിച്ചുകൊണ്ട്, വൈസ് ചാൻസലർ ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പസിനകത്ത് അതിന്റെ ആളുകളും വക്താക്കളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ക്യാമ്പസിനകത്തുള്ള സർക്കാരിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പോലും പഞ്ചായത്താക്കി. സ്റ്റേറ്റ് ഇപ്പൊ നമ്മൾ സാധാരണ യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിന്റെ ഭരണ സംവിധാനം വിഭജിച്ചിട്ടത് ഫെഡറൽ സംവിധാനം, അതൊക്കെ ദുർബലപ്പെടുത്തി എല്ലാം ഏതർത്ഥ യൂണിയൻ ലിസ്റ്റിലേക്ക് വരുന്ന
കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഭാഗമായിട്ടുള്ള കൺകറന്റ് ലിസ്റ്റ് അടക്കം കറണ്ട് തിന്നുന്ന എലി കറണ്ട് തിന്നുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഫാസിസം, രാജ്യത്തെ ഇത്തരം ഫെഡറൽ സിസ്റ്റത്തൊക്കെ കറണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് വിദ്യാഭ്യാസ വ്യവസ്ഥയെ അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും ഏതോർത്ഥത്തിൽ ഇനി വിമാനം കണ്ടെത്തിയത് റൈറ്റ സഹോദരന്മാരൊന്നുമല്ല, അത് പുഷ്പക വിമാനാണ്. അത് രാവണൻ അങ്ങോട്ട് സീതയെ തട്ടിക്കൊണ്ടിപ്പോ അന്നന്നെ വിമാനം ഉണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്നത് അത് പ്ലാസ്റ്റിക് സർജറിയുടെ ഏറ്റവും ആദിമ രൂപമാണ്. ഇങ്ങനെ ഇന്ത്യൻ മിത്തോളജിയിലുള്ള അവിടുത്തെ ക്ലോണിങ്, അത് ദ്രോണാചാര്യര് അല്ലെങ്കിൽ ഏതോത്വത്തിൽ പഞ്ചപാണ്ഡവന്മാർ, ഇവർക്കൊക്കെ പഞ്ചപാണ്ഡവന്മാരും അല്ലെങ്കിൽ കൗരവരൊക്കെ ഉണ്ടായത് പോലും ക്ലോണിങ്ങിന്റെ ഭാഗം. അങ്ങനെ ക്ലോണിങ്ങിന്റെ തെളിവ് കൗരവന്മാരിൽ കാണുന്ന, ഏതൊർത്ഥത്തില് പ്ലാസ്റ്റിക് സർജറിയുടെ തെളിവ് അത് ആദ്യകാലഘട്ടത്തിൽ ഇന്ത്യക്കുണ്ട്. ഇങ്ങനെ ഇന്ത്യയെ ലോകത്ത് വിഡ്ഢികളുടെ നാടാക്കി. ലോകത്ത് MBBS പോലും പഠിക്കാൻ മധ്യപ്രദേശ് ഹിന്ദി ഭാഷ പഠിക്കാന്നുള്ള, MBBS ഹിന്ദി, ഇതുവരെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാത്ത ഒരാള് ഹിന്ദിയിലൊക്കെ MBBS പഠിച്ച ആ കുട്ടികൾക്കൊക്കെ മെഡിക്കൽ മേഖലയിൽ ലോകത്ത് എവിടെയും കയറി ചെല്ലാൻ പറ്റുമോ? ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ സംഘവൽക്കരിക്കുകയും അതിലൂടെ ഇന്ത്യയുടെ ഇന്ത്യയിലെ സംഘപരിവാര ചരിത്രത്തെ ഭയങ്കര പേടിയാണ്. അവർക്ക് ചരിത്രമില്ല. പക്ഷെ മുസ്ലിം സമൂഹത്തെ അവർക്ക് ചരിത്രമുണ്ട്, ആദർശപരമായ ചരിത്രമുണ്ട്, ഇന്ത്യക്കകത്തുള്ള ചരിത്രമുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ തുറന്നോക്കി ആദ്യം കാണുന്ന ചരിത്രം ആദം നബിയുടെ ചരിത്രം. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിക്ക് നൽകിയ ഗ്രന്ഥം. പക്ഷെ ആദം നബി പ്രപഞ്ചത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, ആദമിനെ കുറിച്ച്, അവിടെ ആദം, നൂഹ്, ഇദ്രീസ്, ഹൂദ്, സ്വാലിഹ്, സകല പ്രവാചകന്മാരുടെ ചരിത്രമല്ല ഖുർആൻ സംസാരിക്കുന്നത്. ചരിത്രമാണ് ഖുർആൻ. ഇസ്ലാമിന്റെ ഗ്രന്ഥം തന്നെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആ കുത്തുബ് മിനാർ എന്ന് പറയുന്നത്, ചെങ്കോട്ട എന്ന് പറയുന്നത്, ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്, ഓൾഡ് സിറ്റി, ദി സിറ്റി ഓഫ് ജിന്നുകൾ ഉണ്ടാക്കിയ സിറ്റി ആണെന്ന് പോലും ഡൽഹിയെ പറ്റി ആ രൂപത്തിൽ ഇന്ത്യ നിർമ്മിച്ചത്. അവിടെയൊക്കെ ഇസ്ലാമിന് മുസ്ലിംകൾക്ക് വലിയ പങ്കുണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇന്ത്യ ആക്കുവാൻ, അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെ, നമ്മുടെ തലമുറകളെ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന വളരെ ഭീകരമായ, ചെറിയ കാര്യമല്ല, അത്രയും ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ബദൽ ചരിത്രം പഠിക്കണം. നമ്മുടെ തലമുറകൾ, നമ്മുടെ മദ്രസകളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചരിത്രം പഠിക്കണം. നമ്മുടെ കുട്ടികൾ ധാർമ്മികമായ വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഈ പേക്കാപ്പള്ളി, ഈ നെല്ലിക്കുഴി, ഇവിടെ തന്നെ നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ കുട്ടികൾ പണം വെളുപ്പിക്കൽ മത്സരത്തിൽ നിന്ന് കൊടുത്ത് ഏതൊക്കെയോ പിന്നെ ഹവാല ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് വരുത്തി അതിന് 5000 കിട്ടും, 7000 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആരുടെയൊക്കെ അക്കൗണ്ടിൽ പൈസ കിട്ടിയിട്ട് ഇപ്പൊ അതിന്റെ പേരിൽ പോലീസിന് പിടിയിൽപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നത്തെ പത്രം വായിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മൂവാറ്റുപുഴ, തേക്കാപ്പള്ളി, നെല്ലിക്കുഴി ഈ ഭാഗത്തുള്ള ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികൾക്ക് പൈസ കിട്ടോ? നിങ്ങൾ യാഥാർത്ഥ്യബോധം വേണം, നിങ്ങൾ ജീവിക്കുന്ന എവിടെയെന്ന ചിന്ത വേണം. നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ ടൗണിൽ ഹെൽമെറ്റ് ഇടാന്ന് പറഞ്ഞാൽ മുസ്ലിം യുവാക്കൾ ഒരുപാട് അവർ പള്ളിയുടെ പുറകിലൊക്കെ, പള്ളിയുടെ ഇടയ്ക്ക് ഒരുപാട് ചെറുപ്പക്കാർ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, കൊച്ചനുജന്മാരെ, നിങ്ങൾ ജീവിക്കുന്ന ലോകം, കാലഘട്ടം മനസ്സിലാക്കണം. NIA കോടതിയിലേക്ക് പോവുക മുസ്ലിം യുവാക്കളെ, അവരെ ഒരു ഹെൽമെറ്റ് ഇട്ടില്ല എന്ന് മാത്രമല്ല, ആ ഹെൽമെറ്റ് ഇടാതിരിക്കുന്നതിന് പിന്നെ ഭീകരബന്ധമുണ്ടോ? അവൻ ഹെൽമെറ്റ് ഇടാതിരുന്നതിൽ ഭീകരമായി ബന്ധമുണ്ടോ? അത് ടെററിസമായി. ഹെൽമെറ്റ് ഇട്ടതിന് അത്ര ഉള്ളൂ, തെറ്റിക്കേസാ. പക്ഷെ നിങ്ങൾ ഹെൽമെറ്റിന് പിന്നിൽ ഹെൽമെറ്റ് ഇട്ടില്ല എന്ന് മാത്രമല്ല, അതിന് ഭീകരബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങൾ പെണ്ണിനെ പ്രണയിച്ചാൽ ആ പ്രേമം വെറും പ്രേമല്ല, അത് ലവ് ജിഹാദ് പോലുള്ള. ഇവിടെ തന്നെ കുറച്ചും കൂടി പെൺകുട്ടി, ഇവിടെ പിന്നെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കോതമംഗലത്തിൽ തന്നെ. അതിന് NIA വരെ വന്നു. സുരേഷ് ഗോപിയും PC ജോർജ് ആദി സകല വർഗീയ കോമരകളും ഈ കോതമംഗലത്ത് ഇവിടെ കിടന്നത് തുള്ളിയിട്ടുണ്ട്. ഈ ചെക്കൻ ഒരു കഞ്ചാവും അല്ലെങ്കിൽ ലഹരിയും 20 വയസ്സായിരിക്കും എടപ്പള്ളി അത് എവിടെ പോയി സെക്സ് വർക്കിൽ ഏർപ്പെട്ട അത്രത്തോളം സദാചാര വിരുദ്ധമായി ജീവിച്ച ചെക്കനാ. പക്ഷെ അവന്റെ പിന്നാലെ പോലും ജൗജിഹാദ് തേടിക്കൊണ്ട് നടന്ന കാലഘട്ടം. അതുകൊണ്ട് മുസ്ലിം യുവാക്കളോട്, എന്റെ കൊച്ചനുജന്മാരോട്, നമ്മുടെ മക്കളോടൊക്കെ പറയുന്നത്, ഞാനും നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം, നാട് കടുത്ത ഇസ്ലാം വിരുദ്ധമായ കാലഘട്ടം. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ പെറ്റിക്കേസ് പോലും ഭീകരവാദമാകുന്ന കാലഘട്ടം. കൊച്ചു IPCയിലെ ചെറിയ കേസ് നിങ്ങൾക്ക് ഭീകരമായിരിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും